എക്സലൻ്റ് ഗൈഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. മൈക്രോസോഫ്റ്റ് എക്സലിൽ സംഖ്യകളുടെ ഒരു സീരീസ്, അതായത് ഒരു നമ്പർ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള 10 വ്യത്യസ്ത മെത്തേഡുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഉദാഹരണത്തിന് 5 മുതൽ 16 വരെയുള്ള 12 സംഖ്യകളുടെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് B4 എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. 5 എന്ന സംഖ്യ എൻ്റർ ചെയ്യുന്നു. വീണ്ടും സെല്ല് സെലക്ട് ചെയ്യുക. എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്യാം. ഓട്ടോ ഫിൽ ഓപ്ഷൻസ്, ഫിൽ സീരീസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നോക്കുക, 5 മുതൽ 16 വരെയുള്ള 12 സംഖ്യകളുടെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. രണ്ടാമത്തെ മെത്തേഡ്, 5 എന്ന സംഖ്യ എൻ്റർ ചെയ്യുന്നു. രണ്ടാമത്തെ സെല്ലിൽ 6 എന്ന സംഖ്യ, ഈ 2 സെല്ലുകൾ സെലക്ട് ചെയ്യുക. എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്യാം. മൂന്നാമത്തെ മെത്തേഡ്, 5 എന്ന സംഖ്യ എൻ്റർ ചെയ്യുന്നു. സെല്ല് സെലക്ട് ചെയ്യുക. പോയിൻ്റർ എക്സൽ ഫിൽ ഹാൻഡിൽ മുകളിൽ കൊണ്ടുവരിക. കൺട്രോൾ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോയിൻ്ററിന് മുകളിൽ ഒരു പ്ലസ് സൈൻ വന്നത് കാണാം. കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എക്സൽ ഫിൽ ഹാൻഡിൽ താഴേക്ക് ഡ്രാഗ് ചെയ്യുക. നാലാമത്തെ മെത്തേഡ്, 5 എന്ന സംഖ്യ എൻ്റർ ചെയ്യുന്നു. സെല്ല് സെലക്ട് ചെയ്യുക. ഹോം ടാബിൽ എഡിറ്റിംഗ് എന്ന ഗ്രൂപ്പിൽ ഫിൽ സീരീസ് എന്ന ഡയലോഗ് ബോക്സിൽ കോളംസ് എന്ന റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുക. സ്റ്റോപ്പ് വാല്യൂ എന്ന ഇൻപുട്ട് ബോക്സിന് നേരെ 16 എന്ന സംഖ്യ എൻ്റർ ചെയ്യുക. 16. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 5 മുതൽ 16 വരെയുള്ള 12 സംഖ്യകളുടെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. 5 മുതൽ 8 വരെയുള്ള 4 മെത്തേഡുകളിൽ ഫോർമുലകളാണ് നമ്മൾ ഉപയോഗിക്കുക. B4 എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. 5 ഈക്വൽ B4 + 1. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. ആറാമത്തെ മെത്തേഡിൽ റോ ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുക. ഈക്വൽ റോ ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ D4 എന്ന സെല്ലിൻ്റെ റോ ഇൻഡെക്സ് ആയ 4 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. ഇനി ഫോർമുല ബാറിൽ +1. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. നോക്കുക, ഇവിടെയുള്ള എല്ലാ സെല്ലുകളിലും ഒരേ ഫോർമുലയാണുള്ളത്. ഏഴാമത്തെ മെത്തേഡിൽ റോസ് ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുക. ഈക്വൽ റോസ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, A1 എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ A1 എന്ന സെൽ റെഫറൻസിലെ 1 എന്ന റോ ഇൻഡെക്സിന് മുന്നിലായിട്ട് ഒരു ഡോളർ സിമ്പിൾ ആഡ് ചെയ്യുക. A1 എന്ന സെൽ റെഫറൻസിൻ്റെ റോ ലോക്ക് ചെയ്യാനായിട്ടാണ് ഈ ഡോളർ സിമ്പിൾ ആഡ് ചെയ്തത്. ഫുൾ കോളൻ, വീണ്ടും A1 എന്ന സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ 1 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. ഇനി ഫോർമുല ബാറിൽ +4. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. എട്ടാമത്തെ മെത്തേഡിൽ സീക്വൻസ് ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുക. ഈക്വൽ സീക്വൻസ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫംഗ്ഷനുള്ളിലെ 1ാമത്തെ ആർഗ്യുമെൻറ്റ് റോസ്. സംഖ്യകളുടെ സീരീസിൽ എത്ര സംഖ്യകളാണോ വേണ്ടത് ആ സംഖ്യ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് 12 സംഖ്യകളാണ് വേണ്ടത്. 12, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് കോളംസ്. സംഖ്യകളുടെ സീരീസ് എത്ര കോളങ്ങളിലായിട്ടാണ് വേണ്ടത് ആ നമ്പർ ടൈപ്പ് ചെയ്യുക. 1, സ്റ്റാർട്ട് എന്ന് 3ാമത്തെ ആർഗ്യുമെൻറ്റ്. സംഖ്യകളുടെ സീരീസ് ഏത് നമ്പറിലാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ സംഖ്യയാണ് 3ാമത്തെ ആർഗ്യുമെൻറ്റായ സ്റ്റാർട്ട്. ഇവിടെ 5 എന്ന സംഖ്യയിലാണ് സീരീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 5, സ്റ്റെപ്പ് എന്ന് 4ാമത്തെ ആർഗ്യുമെൻറ്റ്. സീരീസിലെ സംഖ്യകൾക്കിടയിലെ ഡിഫറൻസ് ആണ് സ്റ്റെപ്പ് എന്ന് 4ാമത്തെ ആർഗ്യുമെൻറ്റ്. 1, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും 5 മുതൽ 16 വരെയുള്ള 12 സംഖ്യകളുടെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. 9ാമത്തെ മെത്തേഡിൽ എക്സലിലെ VBA ഇൻ്റർഫേസ് ആണ് നമ്മൾ ഉപയോഗിക്കുക.
അതായത് ഒരു മാക്രോ ഉപയോഗിച്ചുകൊണ്ടാണ് സംഖ്യകളുടെ സീരീസ് ക്രിയേറ്റ് ചെയ്യുക. മാക്രോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡെവലപ്പർ ടാബിൽ പോവുക, വിഷ്വൽ ബേസിക്, പുതിയൊരു മോഡ്യൂൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, ഇൻസേർട്ട് മോഡ്യൂൾ. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന മാക്രോയെ സീരിയൽ നമ്പർ എന്നാണ് ഞാൻ നെയിം ചെയ്യുക. DIM, അതായത് ഡിക്ലെയർ ഇൻ മെമ്മറി, I as integer, for I equal 5 to 16, active cell dot value equal I, active cell dot offset 1,0 dot select. Next I. സീരിയൽ നമ്പറാണ് നമ്മുടെ മാക്രോ. വിഷ്വൽ ബേസിക് എഡിറ്റർ ക്ലോസ് ചെയ്യുക, ഇൻസേർട്ട്, പുതിയൊരു കമാൻഡ് ബട്ടൺ ഇൻസേർട്ട് ചെയ്യുന്നു. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സീരിയൽ നമ്പർ എന്ന മാക്രോയെ ഈ ഒരു ബട്ടണിൽ അസൈൻ ചെയ്യാം. സീരിയൽ നമ്പർ എന്ന മാക്രോ സെലക്ട് ചെയ്യുന്നു. ഓക്കെ. ഇനി C4 എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 5 മുതൽ 16 വരെയുള്ള 12 സംഖ്യകളുടെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. വീണ്ടും മറ്റൊരു സെല്ല് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും 5 മുതൽ 16 വരെയുള്ള സംഖ്യകളുടെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി 10ാമത്തെ മെത്തേഡ് എക്സലിലെ പവർ ക്വയറി ഉപയോഗിച്ചുള്ളതാണ്. ഡേറ്റ ടാബിൽ പോവുക, ഗെറ്റ് ഡേറ്റ ഫ്രം അതർ സോഴ്സസ്, ബ്ലാങ്ക് ക്വയറി. ഈ ക്വയറി റീനെയിം ചെയ്യുന്നു. മെത്തേഡ് 10 ഫോർമുല ബാറിൽ വരിക, ഈക്വൽ ലിസ്റ്റ് ഡോട്ട് നമ്പേഴ്സ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സ്റ്റാർട്ട് ആസ് നമ്പർ എന്ന് 1ാമത്തെ ആർഗ്യുമെൻറ്റ്. 5 എന്ന സംഖ്യയിലാണ് നമുക്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 5, കൗണ്ട് ആസ് നമ്പർ എന്ന് 2ാമത്തെ ആർഗ്യുമെൻറ്റ്. എത്ര സംഖ്യകളാണോ വേണ്ടത് ആ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് 12 സംഖ്യകളാണ് വേണ്ടത്. 12. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ 5 മുതൽ 16 വരെയുള്ള 12 സംഖ്യകളുടെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഈ ലിസ്റ്റ് നമ്മുടെ എക്സൽ വർക്ക്ഷീറ്റിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് ഹോം ടാബിൽ പോവുക, ക്ലോസ് ആൻഡ് ലോഡ് ടു എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ്. H2 എന്ന് സെല്ല് സെലക്ട് ചെയ്യുന്നു. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 5 മുതൽ 16 വരെയുള്ള 12 സംഖ്യകളുടെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എക്സലിൽ സംഖ്യകളുടെ ഒരു സീരീസ് അഥവാ ഒരു നമ്പർ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള 10 മെത്തേഡുകളെ കുറിച്ചുള്ള വീഡിയോ പ്രയോജനപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ റിലീസിന് അതേ സമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.